الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد فأوصيكم وإياي بتقوى الله رب العالمين نويت الاعتكاف في هذا المسجد لله تعالى എന്ന നിയത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു ഖാല അമറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ഞങ്ങളോട് കൽപ്പിച്ചു, ബിസ്സബഈൻ 7 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചു. 7 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഏതാണ് ആ 7 കാര്യങ്ങൾ? ഒന്ന്, ഇയാദത്തിൽ മരീദ്, രോഗിയെ സന്ദർശിക്കുക, രോഗികളായ ആളുകളെ സന്ദർശിക്കുക. അതൊരു ചെങ്കണ്ണ് രോഗമാണെങ്കിലും ശരി, അവരെ സന്ദർശിക്കൽ സുന്നത്താണ്. ചെങ്കണ്ണ് ബാധിച്ച ആൾക്കാർ, അങ്ങനെ ചെറിയ, നമ്മുടെ ദൃഷ്ടിയിലൊക്കെ ഒരു ചെറിയ രോഗമായി നാം കാണുന്ന രോഗമാണെങ്കിലും അങ്ങനത്തെ രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണ്. അങ്ങനെ രോഗികളെ സന്ദർശിക്കുമ്പോൾ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അൻ യശ്ഫിയക വയുആഫിയക എന്ന് ദുആർക്കലും സുന്നത്താണ്. അത് 7 വട്ടം അങ്ങനെ ദുആർന്നാൽ അസ്അലുല്ലാഹൽ അലീം റബ്ബൽ അർശിൽ അലീം അസ്അലുക അൻ യുആഫിയക അൻ യശ്ഫിയക വയുആഫിയക, അത്യുന്നതനായ അർശിന്റെ അധിപനായ അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, നിനക്ക് ശിഫ നൽകല്ലേ, നിനക്ക് ആഫിയത്ത് നൽകല്ലേ ഞാൻ ചോദിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹിനോട് ഞാൻ ചോദിക്കുന്നു, നിനക്ക് ആഫിയത്തും ശിഫയും നൽകല്ലേ എന്ന് 7 വട്ടം പറയൽ സുന്നത്താണ്. അങ്ങനെ 7 വട്ടം പറയാൻ പറ്റിയില്ലെങ്കിൽ 1 വട്ടം പറഞ്ഞാലൊക്കെ മതി. അങ്ങനെ രോഗിയെ സന്ദർശിക്കുന്ന അവസരത്തിൽ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ വളരെ കുറഞ്ഞ സമയം മാത്രം അവിടെ നിന്ന് രോഗിക്ക് ആശ്വാസമുള്ള വാക്കുകൾ പറഞ്ഞ് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ചിന്തയുണ്ടാക്കുന്ന ഒരു രോഗിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ ഖൈറായ കാര്യങ്ങളാണ് പറയേണ്ടത്, നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്. ഫൽ യഖൂലു ഖൈറൻ, നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞോളൂ, രോഗിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞോളൂ എന്ന് ഹദീസിൽ കാണാം. അപ്പോൾ ആ രോഗിക്ക് ആശ്വാസം കിട്ടുന്ന രൂപത്തിൽ, ഇനി വലിയ രോഗമാണെങ്കിൽ പോലും നമുക്കൊക്കെ ഇനി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടൂല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോലും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ അള്ളാഹു വലിയവനാണ്, എത്ര വലിയ രോഗവും ശിഫയാക്കാൻ അള്ളാഹുക്ക് സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ചിന്തയുണ്ടാക്കി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനൊരു ദോഷം ചെയ്തിട്ടില്ല, എൻ്റെ അറിവ് പ്രകാരം ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് അന്ന് എനിക്ക് ഈ രോഗം തന്നത് എന്ന് ചില ആൾക്കാർ മനസ്സിൽ തോന്നുകയും ചിലപ്പോൾ അത് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൂടാ. ദോഷം ചെയ്തത് കൊണ്ടോ തെറ്റ് ചെയ്തത് കൊണ്ടിട്ടോ ഒന്നുമല്ല രോഗം തരുന്നത്. മിനിങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധേനയുള്ള രോഗങ്ങൾ കൊടുക്കും. അത് ചെറിയ ദോഷങ്ങളൊക്കെ പൊറുക്കാനാണ്. ഇനി ദോഷങ്ങൾ ഇല്ലെങ്കിൽ തന്നെ അവരുടെ ദർജ ആഖിറത്തിൽ വല്ലാതെ കൂടുതലാകാനാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ ഫൽ അംസലു ഫൽ അംസലു, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാരാണ്. അമ്പിയാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ പിന്തുടർച്ചക്കാരായ ഉലമാക്കൾ, അമ്പിയാക്കന്മാരോട് തുല്യന്മാരായ ആളുകൾ, ഇവർക്കൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ അള്ളാഹു കൊടുക്കും. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 ദിവസത്തിൽ ഒരിക്കൽ അതിശക്തമായ പനി ഉണ്ടാകാറുണ്ടായി. അൽ ഹുമ്മ, പനി, അത് ദോഷങ്ങൾ പൊറുക്കുമെന്ന് ഹദീസിൽ കാണാം. പനിക്കുന്നത് കൊണ്ട് ദോഷങ്ങൾ പൊറുക്കപ്പെടും. പനിച്ചാല് ചികിത്സിക്കണം, ചികിത്സിക്കണ്ട എന്നതിന് അർത്ഥമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സിച്ചിട്ടുണ്ട്. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം.
സ്വന്തം ചികിത്സിക്കരുത്, മുറിവൈദ്യന്മാരടുത്ത് പോകരുത്. സ്വന്തം ചികിത്സിച്ച് അല്ലെങ്കിൽ മുറിവൈദ്യന്മാരടുത്ത് പോയിട്ട് വല്ല അപകടവും പറ്റിയാൽ അതിനവൻ ഉത്തരവാദിയാണ്, അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരും, ദോഷിയാകുന്നതാണ്. സ്വന്തം ചികിത്സിക്കാൻ പാടില്ല. ചികിത്സിക്കാൻ അറിയുമെങ്കിലാകാം. അതേപോലെ തന്നെ ചികിത്സ അറിയാത്ത ആളുകളടുത്ത് പോകാൻ പാടില്ല. വിദഗ്ധനായ ഡോക്ടറെ അടുത്ത് പോകണം എന്നാണ്. വിദഗ്ധനായ ഡോക്ടർ ഒരു കാര്യം നിർദ്ദേശിച്ചാൽ അത് സ്വീകരിക്കണം എന്നാണ്. ഡോക്ടർ സ്വീകരിക്കുന്നത് അതിന്റെ ദീനിന് സ്വീകരിക്കൽ തന്നെയാണ്. ഡോക്ടർ നോമ്പ് നോൽക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് നോൽക്കാതിരിക്കുന്നത് ഡോക്ടറെ അനുസരിക്കലല്ല, അത് അള്ളാഹിനെ അനുസരിക്കലാണ്. കാരണം ഡോക്ടർ പറഞ്ഞത് സ്വീകരിക്കാൻ അള്ളാഹ് പറഞ്ഞതാണ്. ഡോക്ടർ പറഞ്ഞത് സ്വീകരിക്കാൻ അള്ളാഹ് പറഞ്ഞത് കൊണ്ട് ഡോക്ടർ നോമ്പ് നോൽക്കണ്ട എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കണ്ട. ഒരു വിദഗ്ധനായ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നല്ലപോലെ അറിയുന്ന അയാൾക്ക്. അത് നമ്മുടെ അന്വേഷണത്തിലും മറ്റുമൊക്കെ നമുക്ക് ഡോക്ടർ വിദഗ്ധനാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വിദഗ്ധയായ 3 ഡോക്ടർമാർ, ഇനി ഇവൾ പ്രസവിക്കാൻ പറ്റുകയില്ല, ഇവൾ പ്രസവിക്കുമ്പോൾ അവൾക്ക് ശാരീരികമായ പ്രയാസങ്ങൾ വരും എന്ന് ഒരു 3 ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞാൽ പ്രസവം നിർത്താവുന്നതാണ്. അങ്ങനെ അവർ വിധി എഴുതണം. ഓപ്പറേഷൻ കഴിഞ്ഞാൽ സിസേറിയൻ ചെയ്താൽ 3-ലധികം പ്രസവിക്കാൻ പറ്റുകയില്ല എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ എൻ്റെ നാട്ടിൽ ഒരു DCH കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായ ഒരു പെണ്ണ് ഡോക്ടർ, അവൾ ക്രിസ്ത്യാനിയാണ്. ആ പെണ്ണ് ഡോക്ടർ 6 സിസേറിയൻ നടത്തി. 6ാമത്തെ സിസേറിയനെ സംബന്ധിച്ച് പത്രത്തിലൊക്കെ വന്നിരുന്നു. 6ാമത്തെ സിസേറിയനും നടത്തിയിട്ട് 6 പ്രസവിച്ചു. 6ഉം സിസേറിയനാണ്. അത് മുഴുവനും അവിടെ അടുത്തുള്ള കടപ്പാൾ ആശുപത്രിയിൽ നിന്നാണ് ആ മുഴുവൻ പ്രസവം നടന്നത്. ഇനിയിപ്പോ പ്രസവിച്ചിരിക്കണമെന്നറിയില്ല, 4-5 കൊല്ലം മുമ്പുള്ള വിവരമാണ്. അപ്പോ ചിലരങ്ങനെ പറയും, വേറെ ചിലർ വേറെ രൂപത്തിൽ പറയും. അപ്പൊ നമുക്ക് വളരെ വൈദഗ്ധ്യമുള്ള ഡോക്ടറെ കണ്ടുപിടിച്ച് ഇനി ഈ പെൺകുട്ടിക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്ന് അവർ വിധി എഴുതുകയാണെങ്കിൽ പ്രസവം നിർത്താവുന്നതാണ്. അതിന് ശറഅ് എതിരൊന്നല്ല, ഇസ്ലാം അതിന് എതിരൊന്നല്ല. ശരീരത്തെ നശിപ്പിക്കുന്നത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് പരിശുദ്ധമായ ദീനിന്റെ വിധി. അപ്പോൾ വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് പല വിഷയത്തിലും നമ്മോട് കൽപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ അദ്ദേഹം കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കലാണ് തെറ്റ്. അത് അനുസരിക്കണം എന്നാണ്. ഡോക്ടർ പറഞ്ഞാൽ അതേ രൂപത്തിൽ ചെയ്യണം എന്നാണ്. ഡോക്ടർ ധിക്കരിക്കരുത്. അത് അള്ളാഹുവിനെ അനുസരിക്കൽ തന്നെയാണ്. ഡോക്ടർ ധിക്കരിക്കാതിരിക്കൽ അള്ളാഹുവിനെ അനുസരിക്കൽ തന്നെയാണ്. അപ്പോ ഈ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൊമ്പിട്ട് നിസ്കരിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ തല വെച്ചിട്ട് നിസ്കരിക്കരുത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യണം. കാരണം നമുക്ക് പല നിർദ്ദേശങ്ങളുണ്ടല്ലോ. നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കുക, ഇരിക്കാൻ കഴിയാത്തവൻ കിടക്കുക എന്നൊക്കെ നമ്മോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ആ പറയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യണം. വെള്ളം ഉപയോഗിക്കരുത്, കുളിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. അതിനനുസരിച്ച് തേമം ചെയ്യണം. അങ്ങനെയാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ജല്ലജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ കൽപ്പിച്ചത് അത് നമുക്കൊക്കെ എളുപ്പമുള്ളതാണ്. അദ്ദീനു യുസ്റുൻ വലൻ യുശാദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ദീനി കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു നിയമങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഇല്ല. ആരെയും ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു നിയമവും ഇല്ല. എന്നാൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അത് പുലർത്താനും അനുവർത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കില്ല. എന്നും രാത്രി വളരെ നേരം ഇബാദത്ത് ചെയ്ത് എന്നും ഉറക്കമൊഴിച്ചിട്ട് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉറങ്ങണം. അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ഞാൻ ഉറങ്ങുന്നു, ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടത്. ഫുൾ ടൈം ഉറക്കമൊഴിച്ചുകൊണ്ട് ക്ഷീണിതനായി നമ്മുടെ ശരീരത്തിനേക്ക് താങ്ങാവുന്നതിലധികം നമ്മോട് ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെ ശരീരത്തിന് താങ്ങുന്നത് എൻ്റെ ശരീരത്തിന് താങ്ങുന്നതാവൂല, നിങ്ങളുടെ ശരീരത്തിന് താങ്ങുന്നത്. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുണ്ടാകും. ഒരേ ഏജിലുള്ള ആളുകൾക്ക് തന്നെ വ്യത്യസ്തമായ രൂപത്തിലുണ്ടാവും. ഓരോരുത്തർക്കും താങ്ങാവുന്നതേ ചെയ്യാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു യാത്രികനെ പോലെയാകണം. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഒരു യാത്രക്കാരൻ പകലിന്റെ ആദ്യങ്ങളിൽ അവൻ യാത്ര ചെയ്യും, പകലിന്റെ അവസാനത്തിലും യാത്ര ചെയ്യും, രാത്രിയുടെ അവസാനത്തിലും യാത്ര ചെയ്യും.
പകലിന്റെ ആദ്യങ്ങളിൽ യാത്ര ചെയ്ത് പിന്നെ അവൻ വിശ്രമിക്കും. ആ വിശ്രമം കഴിഞ്ഞിട്ട് വീണ്ടും അവൻ യാത്ര ചെയ്യും. പകലിന്റെ വൈകുന്നേര സമയത്ത് വീണ്ടും യാത്ര ചെയ്യും. അപ്പൊ പകൽ സമയത്തിന്റെ ആദ്യത്തിലും ലാസ്റ്റിലും യാത്ര ചെയ്ത് ഇടയിൽ അവൻ വിശ്രമിക്കുന്നു. കണ്ടിന്യൂ ആയിട്ട് യാത്ര ചെയ്താൽ ക്ഷീണമായി പോകും. എന്നിട്ട് ആ യാത്ര കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ അവൻ ഉറങ്ങുന്നു. രാത്രിയുടെ ആദ്യ ഭാഗവും അതിന്റെ അന്തർഭാഗവും എല്ലാം ഉറങ്ങിയിട്ട് പിന്നെ രാത്രിയുടെ അവസാന സമയം എന്ന് കാണാം. രാത്രിയുടെ അവസാന സമയം അവൻ എഴുന്നേറ്റ് നടക്കുന്നു. അപ്പോ ഉന്മേഷമുള്ള അവസരത്തിലാണ് അവൻ യാത്ര ചെയ്യുന്നത്. ഉന്മേഷമുള്ള അവസരത്തിലെ യാത്ര ചെയ്യാവൂ. ക്ഷീണിച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്തുകൂടാ. ഉറക്കം വന്നുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്തുകൂടാ. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ക്ഷീണം ഉള്ള സമയത്ത് അത് ചെയ്തുകൂടാ, അപകടത്തിൽ പെട്ടുപോകും. അപ്പോൾ ഈ 3 സമയത്ത് യാത്രക്കാരൻ യാത്ര ചെയ്യുന്നത് പോലെ ആയിരിക്കണം ഇബാദത്ത് ചെയ്യുന്നത്. ഇബാദത്ത് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കണം. നല്ല ഉന്മേഷവും ആവേശവും ഉറക്കൊന്നും ഇല്ലാത്ത അവസരത്തിലായിരിക്കണം യാത്ര ചെയ്യുന്നത്. എൻ്റെ കൂടെ ഉംറക്ക് ഒരാൾ പോരാറുണ്ട്. അപ്പൊ മൂപ്പര് നന്നായിട്ട് ഉറങ്ങും, നല്ലപോലെ ഉറങ്ങും. അപ്പൊ ചിലപ്പം നേരത്തെ എഴുന്നേറ്റ് ഹറമിൽക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കൂല. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ, എനിക്ക് നന്നായിട്ട് ഉറങ്ങിയെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വയ്ക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഉറക്കം തൂക്കും. ഞാൻ നിൽക്കുമ്പോൾ ഉറങ്ങും, ഞാൻ ഖുർആൻ ഓതുമ്പോൾ ഉറങ്ങും. പിന്നെ അങ്ങനെ ഓതിയിട്ട് എന്താ കാര്യം? അങ്ങനെ ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യം? അങ്ങനെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് നന്നായിട്ട് ഉറങ്ങണം, എൻ്റെ പ്രകൃതി അങ്ങനെയാണ് എന്നയാൾ പറയും. അപ്പൊ ഉറങ്ങേണ്ട ആൾക്കാര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഗസാലി ഇമാം പറഞ്ഞു 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങരുത്. 8 മണിക്കൂർ എന്ന് പറയുന്നത് 24 മണിക്കൂറിന്റെ 1/3 ഭാഗമാണ്. 24 മണിക്കൂറിന്റെ 1/3 ഭാഗമായ 8 മണിക്കൂർ. ആ 8 മണിക്കൂറിൽ കൂടുതൽ രാത്രിയും പകലും കൂടി കൂട്ടി നോക്കുമ്പോൾ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിക്കൂടാ. അതിന്റെ താഴെ എത്രയും ഓരോരുത്തരുടെ ശരീരത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഓരോരുത്തർക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കവിഞ്ഞാൽ അതിന്റെ പരിധി 8 മണിക്കൂറാണ്. അതിന്റെ അപ്പുറത്തേക്ക് പോകരുത് എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹമീദ് ഗസാലി റളിയല്ലാഹു തആല അൻഹു ബിദായത്തുൽ ഹിദായയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒട്ടകപ്പുറത്തുനിന്ന് വീണിട്ടുണ്ട്. അങ്ങനെ വീണിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1 മാസത്തോളം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെ കുമ്പിടാൻ കഴിയാതെ വന്നിട്ടുണ്ട്. അങ്ങനെ കുമ്പിടാൻ കഴിയാതെ വന്നിട്ട് നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. ഇരുന്ന് മൂത്രമൊഴിക്കാൻ കഴിയാതെ നിന്ന് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും, ഇത്തരം ഘട്ടങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. ആ നിന്ന് മൂത്രമൊഴിക്കുമ്പോൾ ശരീരത്തിലേക്ക് തെറിക്കാതെയും മറ്റുമൊക്കെ ചെയ്യണമെന്നും അതിന്റെ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് നിന്ന് മൂത്രമൊഴിക്കൊള്ളുന്ന വിരോധമില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് മൂത്രമൊഴിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിൽ അതാ സുബാതത ഖൗമിൻ ഫബാല ഖായിമൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫബാല ഖായിമൻ നിന്ന് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇരിക്കാൻ കഴിയാത്ത ഘട്ടത്തിൽ അങ്ങനെ ആകാവുന്നതാണ്, നിന്ന് മൂത്രമൊഴിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 ദിവസത്തിൽ ഒരിക്കൽ അതിശക്തമായ പനി വരും. അങ്ങനെ പനി വന്നിട്ട് ആ പനിന്റെ ചൂട് കരിമ്പടത്തിന്റെ മുകളിലേക്ക് വരെ എത്തും. അപ്പോ ഇന്നക തൂഅകു വഅകൻ ശദീദ, സഹാബത്തെ പറയുന്നു, ഇന്നക തൂഅകു വഅകൻ ശദീദ, വല്ലാത്ത പനിയാണല്ലോ നബിയെ, തങ്ങൾക്ക് ഭയങ്കര പനിയായി പോയല്ലോ, ഭയങ്കര പനിയാണല്ലോ. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽ 2 പേർക്ക് ഉണ്ടാകുന്ന പനി എനിക്കൊരാൾക്കുണ്ടാവും. നിങ്ങൾക്ക് ഒരാൾക്കുണ്ടാകുന്നതിനേക്കാളും ശക്തമായ പനി എനിക്കുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ അങ്ങനെയാണ് പരീക്ഷിക്കല്. ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദോഷമൊന്നുമില്ല. അപ്പൊ അവിടെ പനി വരുന്നത് ദോഷം പൊറുക്കാനല്ല. പിന്നെ പനി വരുന്നത് എന്തിനാണ്? അത് ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ്. അങ്ങനെ പനി വരുന്നത്. ഇങ്ങനൊക്കെ ഉണ്ടാകും, ദുനിയാവിൽ ജീവിക്കുമ്പോൾ അങ്ങനൊക്കെ വരും, അങ്ങനൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോഴൊന്നും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെടരുത്. ഞാനൊരു തഹജ്ജുദും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഞാനൊരു തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് പിന്നെന്തിനാ പരീക്ഷ പരീക്ഷിച്ചത് എന്ന് തോന്നിക്കൂടാ. ചിലപ്പോൾ ഓലയിക്കാരം വല്ലാത്ത പരീക്ഷ ഉണ്ടാവും. ഈ ചെയ്യുന്നതിലൊക്കെ ആത്മാർത്ഥത ഉണ്ടോ? ഞാനിങ്ങനെ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ, ആരോഗ്യമൊക്കെ കൊടുക്കുമ്പോൾ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴേ ചെയ്യുള്ളൂ, അല്ലാത്ത ഘട്ടത്തിൽ ചെയ്യൂലേ എന്നുള്ള ഒരു പരീക്ഷണം കൂടിയായിരിക്കാം അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാം. എങ്ങനെയാണ് പരീക്ഷിക്കുക എന്നൊന്നും പറഞ്ഞുകൂടാ. ഞാനൊരു വലിയ ആളാണെന്നുള്ള തോന്നലൊന്നും ഉണ്ടായിക്കൂടാ. ഞാൻ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണ് എന്ന് തോന്നിക്കൂടാ. ഏറ്റവും വലിയ അടുപ്പം ഖൽബ് കൊണ്ടാണ്. ഏറ്റവും വലിയ അടുപ്പം ഖൽബ് കൊണ്ടിട്ടാണ്. ഖൽബ് എത്രമാത്രം വൃത്തിയാകുന്നുവോ അവനാണ് അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, കൽബിലേക്ക് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇഷാറത്താക്കി സൂചിപ്പിച്ചിട്ട് പറയും തഖ്വ ഇവിടെയാണ്, കുറെ കാട്ടിക്കൂട്ടലുകളല്ല. അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന. അപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അള്ളാഹുവിന്റെ നോട്ടം എത്തുന്ന സ്ഥലം കൽബാണ്. കാട്ടിക്കൂട്ടലുകളൊന്നും അതൊക്കെ അള്ളാഹ്ക്ക് അറിയാലോ. ഓനാ കാട്ടിക്കൂട്ടാണെന്നും അത് മറ്റവർക്ക് വേണ്ടിയിട്ടാണെന്നും ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അറിയാലോ. അപ്പൊ കൽബ് അറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടെ ചെയ്യുന്നതേ അള്ളാഹ് സ്വീകരിക്കൂ, അല്ലാത്തത് സ്വീകരിക്കൂല. അതിന് യാതൊരു സംശയവും ഇല്ല. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയല്ലേ. നമ്മളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള ആളോടല്ലേ തിരിച്ചങ്ങോട്ട് സ്നേഹം കാണിക്കുള്ളൂ. നമ്മൾ കാണുമ്പോൾ ചിരിക്കും, നല്ല വർത്താനൊക്കെ പറയും, അപ്പുറത്ത് നിന്നിട്ട് നമ്മളെ കുറ്റം പറയാ. ഓനെ നമുക്കറിയാലോ. ഓനിപ്പോ സദസ്സിൽ ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ നമ്മൾ പറയാം, ഓനെ നമുക്കറിയാം, ഓനപ്പുറത്ത് പോയിട്ട് വേറെ പറയും എന്ന് നമ്മൾ പറയല്ലോ. ഓനോട് നമുക്ക് ഉറപ്പായിരിക്കുമല്ലോ. ഓരോരുത്തരും സംസാരിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ തിരിയും. പോലെ എങ്ങനെ സംസാരിക്കുന്നത് എല്ലാവർക്കും തിരിയും. ആർക്കും തിരിയാത്ത കേടൊന്നും ഇപ്പൊ അതിലില്ല. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. ആത്മാർത്ഥമായി ചെയ്യുന്ന ആൾക്കാരെ സ്നേഹിക്കുള്ളൂ, അല്ലാത്തവരാരും സ്നേഹിക്കുന്നില്ല. അപ്പോ ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്തെങ്കിലേ അള്ളാഹ് കബൂൽ ചെയ്യുള്ളൂ, അല്ലാത്ത കബൂൽ ചെയ്യൂല, വലിച്ചെറിയുന്നതാണ്. ലാ യതഖബ്ബലുല്ലാഹു മിനൽ അമലി ഇല്ലാ മാ കാന ഖാലിസൻ വബ്തഗാ ബിഹി വജ്ഹഹു. ഖാലിസായ അമലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാന്റെ പൊരുത്തം മാത്രം, വേറെ ഒന്നും അതിന്റെ കൂടെ കരുതിക്കൂടാ. അള്ളാന്റെ പൊരുത്തം മാത്രം കരുതിക്കൊണ്ടിട്ട് ചെയ്യുന്നതേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ, അല്ലാത്തത് അള്ളാഹു സ്വീകരിക്കൂലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച 7 കാര്യത്തിൽ നിന്നുള്ള ഒന്ന് ഇയാദത്തുൽ മരീദ്, രോഗിയെ സന്ദർശിക്കലാണ്. അങ്ങനെ രോഗിയെ സന്ദർശിക്കുമ്പോൾ അവിടെ ചെന്ന് അവനെ നല്ലപോലെ ആശ്വസിപ്പിച്ച് ശരീരമൊക്കെ ഒന്ന് തടകി കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഒന്ന് തടകി കൊടുത്ത്, അതേപോലെ തന്നെ സ്നേഹപ്രകടനം എന്തൊക്കെയുണ്ടോ. അപ്പൊ എനിക്കറിയാം, ഞാൻ വാപ്പാനേറ്റ് കൊളാഞ്ചേരി ആശുപത്രിയിൽ ഉണ്ടാകുമ്പോൾ വാപ്പാന്റെ പഴയ ഒരു ശിഷ്യൻ, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വാപ്പാനേക്കാൾ വയസ്സ് തോന്നി. അദ്ദേഹം വന്നു, മംഗലാപുരത്ത് നിന്ന് വന്നു, അബുൽ ഫضൽ മുസ്ലിയാർ. അദ്ദേഹം മരിച്ചുപോയി. നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ കാലിന്റെ ഇതുവരെ മാത്രം തുണിയെടുത്ത് നല്ല ഇറക്കമുള്ള കുപ്പായൊക്കെ ഇട്ട് നല്ല താടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹം വന്നു, ആശുപത്രിയിലേക്ക് വന്നു. അപ്പൊ വാപ്പ അങ്ങനെ കിടക്കാണ്, നീക്കാൻ വയ്യ. അപ്പൊ വന്നിട്ട് ഇങ്ങനെ തടകി കൊടുത്ത് കാലൊരുപാട് വട്ടം ഇങ്ങനെ തടകി, കാലാ തടകി കൊടുക്കണം. അപ്പൊ ആ ഒരു സ്നേഹവും, ഉസ്താദല്ലേ ഷെയ്ഖല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പൊരുത്തും കിട്ടാനൊക്കെ ഉള്ള ഒരു രൂപമാണ്. എന്നിട്ട് അപ്പൊ അതൊരു സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. സ്നേഹിക്കുന്ന ആൾക്കാർ കയ്യൊക്കൊന്ന് പിടിച്ച് കയ്യൊക്കൊന്ന് തടയി കൊടുത്ത് ഇവിടൊക്കെ തടയി കൊടുക്കുമ്പോൾ അതൊരു സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും, അത് നമ്മുടെ ബന്ധം, ഈ രോഗിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്, ആ രൂപത്തിലാണ്. ആ രോഗിയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വരും അതുമൊക്കെ. അപ്പൊ അങ്ങനെ അവനെ ആശ്വസിപ്പിച്ച്, അൽഹംദുലില്ലാ അത് സുഖമായിക്കോളും, അള്ളാഹു ശിഫയാക്കി തരും. എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടായി, എന്തെല്ലാം അള്ളാഹ് ശിഫയാക്കി കൊടുത്ത്. റബ്ബിന് ഇപ്പൊ അതൊരു പ്രശ്നമുണ്ടോ? അതുകൊണ്ട് അള്ളാഹിനെ പറ്റി നല്ല ചിന്ത, എന്റെ റബ്ബ് എന്നെ കൈ വിടൂല എന്നൊക്കെയുള്ള ഒരു ചിന്ത, ഉപദേശമൊക്കെ കൊടുക്കാൻ പറ്റിയ ആൾക്കാരത് കൊടുക്കുക. അല്ലാത്ത ആൾക്കാർ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. അതിന് അയക്ക സന്ദർഭമൊക്കെ നോക്കിയിട്ട് നല്ല നിലക്ക് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന, ഓനെ വിഷമിപ്പിക്കുന്ന, ആ രോഗിയെ വിഷമിപ്പിക്കുന്ന ഒന്നും പറഞ്ഞുകൂടാന്നാ, ഒന്നും പറയരുത്. കൂടുതൽ സമയം നിൽക്കും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ കൂടുതൽ സമയം നിൽക്കരുത് എന്ന് പറയുന്നത്, ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അങ്ങോട്ട് എടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇങ്ങോട്ട് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓനക്ക് ചിലപ്പം കീഴുവായി പോകും, അല്ലെങ്കിൽ അങ്ങനെ ഓനക്ക് ഇയാൾ കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ കുളിച്ചിട്ടുണ്ടാവില്ല, അപ്പൊ ഇങ്ങനെ വാസനിക്കുന്നുണ്ടാവും. ഇതൊക്കെ ആ സന്ദർശിക്കാൻ വന്ന ആള് അതൊക്കെ കാണുമല്ലോ, അറിയല്ലോ എന്നൊക്കെ ഒരു മാനസിക പ്രയാസം രോഗിക്കുണ്ടാവും, അല്ലെങ്കിൽ വാസനിക്കുണ്ടാവും. ഇങ്ങനെ പല അവസ്ഥകളും രോഗിക്കുണ്ടാവും. അപ്പോ ആ രോഗിന്റെ അടുത്ത് കൂടുതൽ നിൽക്കാതെ അവിടെ അത്യാവശ്യം മാത്രം നിന്ന് ആ സുന്നത്തിന് വേണ്ടി നിന്നിട്ട് നേരത്തെ പറഞ്ഞമാരുള്ള ദുആ, ആ ദുആയും അസ്അലുല്ലാഹൽ അസീം റബ്ബൽ അർശിൽ അസീം അൻ യശ്ഫിയക വയുആഫിയക, എന്തൊരു ഫിറ്റായ ദുആയാണത്. പടച്ചോൻ അനക്ക് ശിഫയാക്കി തരട്ടെ, അള്ളാഹ് ശിഫയാക്കി തരട്ടെ എന്നല്ല പറഞ്ഞ്, ശിഫയാക്കുന്നവൻ അല്ലല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് ഒരെണ്ണം രോഗിന്റെ ദുആക്ക് ഉത്തരം എന്നാണ്. രോഗി ദ്വാരെന്നാൽ ഉത്തരം കിട്ടും. കാരണം അവൻ ഒരു ഇബാദത്തിലാണ്. അള്ളാഹു കൊടുത്ത രോഗം അവൻ സഹിക്കുമ്പോൾ അതൊരു ഇബാദത്താണ്, ഒരു സബുറാണ്. സബുർ എന്ന് പറഞ്ഞാൽ നിസ്ഫുൽ ഈമാൻ അല്ലേ, ഈമാന്റെ പകുതിയല്ലേ ക്ഷമ. അപ്പൊ ക്ഷമിച്ച് പരാതി പറയാതെ, ആരോടും പരാതി പറയാതെ, രോഗിയായ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പരാതി അള്ളാഹിനോടെ പറയാം.
എൻ്റെ ബാപ്പ ഇത്രയും പിന്നെ വിഷമിച്ച് അസുഖങ്ങളൊക്കെ വന്ന് ബാപ്പനോട് പറയും, ഞാൻ പ്രസവിച്ച അന്ന് തന്നെ രോഗിയാണെന്ന്. എൻ്റെ അമ്മ പ്രസവിച്ച അന്ന് തന്നെ ഞാൻ രോഗിയാണ്. ആ രോഗം അവസാനം വരെ അങ്ങനെ തന്നെയാണ്. ബാപ്പാൻ്റെ അടുത്തൊരു ബാഗ് ഉണ്ടാവും, ആ ബാഗിൽ നിറച്ച് മരുന്നായിരിക്കും. എപ്പോഴും അങ്ങനെ മരുന്ന്, നല്ല ഒരു സംഖ്യ അതിന് വേണ്ടിയിട്ട് തന്നെ ആവും. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ വാപ്പ വന്നാൽ ഈ മരുന്നിടുന്ന നല്ല പെട്ടി ഉണ്ടാവും. ആ പെട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരക്കൂടുക. നല്ല രസം ഉണ്ടാവും കാണാൻ. അപ്പം അതിന് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പെട്ടിക്ക് വേണ്ടി ചിലപ്പോൾ തിരക്കൂടാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്നാലും ഒരാളോടും ഈ രോഗത്തെ പറ്റി പരാതി പറയില്ല. എനിക്ക് അങ്ങനെ രോഗമുണ്ടോ, അങ്ങനെ രോഗമുണ്ടോന്നോ, അല്ലെങ്കിൽ പിന്നെ വേദന ഉണ്ട്, വിഷമമുണ്ട്, ഒന്നും പറയില്ല. അതൊക്കെ അള്ളാഹു ജല്ല ജലാലുവിനോട് പറയും. ഒരാളോട് എന്തിനാ പറയുന്നത്? പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു കാര്യമില്ലല്ലോ, റബ്ബിനോടല്ലേ അത് പറയേണ്ടത്. അപ്പോ തീരെ അസ്വസ്ഥത, യാതൊരു അസ്വസ്ഥതയും കാണിക്കൂല. അതിശക്തമായ വേദന ഉണ്ടായിട്ട് പോലും അസ്വസ്ഥത കാണിക്കാതെ ജല്ല ജലാലുവായ അള്ളാഹുവിനോട് പറയുക. അള്ളാഹു ഇത് പരീക്ഷണത്തിന് വേണ്ടി തരികയാണ്, സ്ഥാനങ്ങൾ ഉയർത്താൻ വേണ്ടി തരികയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ദുനിയാവില് പരീക്ഷണങ്ങൾ അള്ളാഹിനോട് അടുത്ത ആൾക്കാർക്ക് കൂടുതലാകും. കൂടുതൽ കൂടുതൽ പല നിലക്കോലും പരീക്ഷിക്കും. അത് മറ്റുള്ള ആൾക്കാർ അറിഞ്ഞോളന്നില്ല, അങ്ങനൊക്കെ അവർക്ക് ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രോഗം അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നത് ഒന്നിരിക്കൽ ചെറിയ ചെറിയ ദോഷങ്ങൾ പൊറുക്കാനാണ്, അല്ലെങ്കിൽ അവന്റെ സ്ഥാനങ്ങൾ ആ രോഗം കൊണ്ട് ഉയരാനാണ്. നഫീസ ബീവി റളിയല്ലാഹു തആല അൻഹ രോഗിയായിട്ടുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിന്റെ ഉടനീളം രോഗിയാണ്. ജീവിതത്തിന്റെ മുഴുവൻ സമയവും ഷാഫി ഇമാം രോഗിയാണ് എന്ന് തന്നെ പറയാം. അങ്ങനെയായിരുന്നു ഷാഫി ഇമാം ജീവിച്ചിരുന്നത്. പക്ഷെ അവരാരും തന്നെ രോഗത്തിന്റെ ശിഫാനെ പറ്റി റബ്ബിനോട് പറയാ എന്നല്ലാതെ വേറെ ആരോടും അവർ പറയാറുണ്ടായിരുന്നില്ല, ഒരു അസ്വസ്ഥത കാണിക്കാറുണ്ടായിരുന്നില്ല. അപ്പോ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ആ രോഗിക്ക് നമ്മൾ ചെല്ലൽ ഇഷ്ടമല്ലെങ്കിൽ സന്ദർശിക്കും വേണ്ട. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, നമ്മൾ ചെല്ലൽ ഇതിന് ഇഷ്ടമില്ല, സന്ദർശിക്കാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ നമ്മളവിടെ ചെന്ന് രോഗിനെ കാണുന്നതിൽ താല്പര്യമില്ല, അങ്ങനൊക്കെ ഇപ്പൊ അങ്ങനൊക്കെ തുടങ്ങിക്കണം. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്നോട് പോണ്ട, വേറെ എന്താ ചെയ്യാ, അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇന്നലെ 2-3 ദിവസം മുമ്പ് കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞ്, നമ്മൾ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ മോനകത്തേക്ക് കുട്ടിയിലാണ്. പല രാജ്യത്തുനിന്ന് ഇപ്പൊ ദൂരെന്ന് ചെന്നതാണ്, എന്നിട്ട് പോലും മകൻ അടുത്തേക്ക് വിട്ടില്ല, ഞങ്ങള് ഇങ്ങോട്ട് പോരേണ്ടി വന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോരില്ലേ, അതിനിപ്പോ എന്താ, നമ്മളെ നീയത്തിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടും. അപ്പോ രോഗിക്ക് ഇയാളെ കാണാൻ താല്പര്യമില്ല, ആളുകൾ വരുന്നത് ഇഷ്ടമില്ല എങ്കിൽ അങ്ങോട്ട് പോകണ്ട. അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് രോഗിയെ സന്ദർശിക്കുക. രണ്ടാമത്തത് വത്തിബാഇൽ ജനായിസി, ജനാസന്റെ പിന്നാലെ പോവുക. ജനാസന്റെ പിന്നാലെ പോവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ആ ജനാസയുടെ കൂടെ പോകുക എന്നാണ്. ഏറ്റവും ഉത്തമമുള്ളത് ജനാസ മയ്യത്ത് പുറകിലും പോകുന്ന ആൾക്കാർ മുന്നിലുമായിട്ടാണ് പോകേണ്ടതെന്നാണ്. അങ്ങനെ പോകുമ്പോ ഓൻ തിരിഞ്ഞു നോക്കിയാലും മയ്യത്ത് കാണുന്ന രൂപത്തിലുള്ള ഡിസ്റ്റൻസ്, തിരിഞ്ഞു നോക്കിയാൽ ഇത് കാണണം, മയ്യത്ത് കാണണം, ആ രൂപത്തിലുള്ള അകൽച്ചയിൽ മുന്നോട്ട് പോകാനാണ് അത്. നേരെ മറിച്ച് തിരിഞ്ഞു നോക്കിയാലും മയ്യത്ത് കാണുന്നില്ലെങ്കിലോ മയ്യത്തിന്റെ കൂടെ പോകാന്ന് അറിയില്ല, അങ്ങനെ പോകാന്നേ അറിയുള്ളൂ. മയ്യത്തിന്റെ കൂടെ പോകുക എന്നുള്ളത് നടക്കണമെങ്കിൽ മുന്നിൽ പോകുമ്പോ മയ്യത്തിനെ നോക്കിയാൽ എന്ത് ചെയ്യാൻ കാണണം. അപ്പൊ അങ്ങനെ തിരിഞ്ഞു നോക്കിയാലും മയ്യത്തിനെ കാണുന്ന രൂപത്തിൽ മുന്നിൽ പോകലാണ് സുന്നത്തായ രൂപമുള്ളത്. മയ്യത്ത് ഏറ്റവും പിന്നില്, ബാക്കിയുള്ള ഒരു മുന്നിലുമായിട്ട് പോകലാണ് ഏറ്റവും സുന്നത്തുള്ളത്. അങ്ങനെ ഈ മയ്യത്തിന്റെ കൂടെ പോകല് ഒരു പ്രത്യേകമായ സുന്നത്താണ്. മയ്യത്തിന്റെ കൂടെ പോവുക എന്നൊരു പ്രത്യേകമായ സുന്നത്ത്, അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. അത് ആ മയ്യത്തിനെയും ആ കുടുംബത്തിനെയും ഒക്കെ ഒന്ന് സമാധാനിപ്പിക്കലും ഞങ്ങളൊക്കെ കൂടണ്ട് എന്ന് അറിയിക്കലും കൂടിയാണ്. അങ്ങനെ എല്ലാവരും പോയിട്ട് നേരത്തെ പോയിട്ട് വേറെ പോരും, അല്ലെങ്കിൽ നേരത്തെ ഒന്ന് പോയിട്ടുണ്ട് പോരും. അല്ലാത്ത തിരക്കുള്ള ആൾക്കാർ, വേറെ എന്തെങ്കിലും അർജന്റുള്ള ആൾക്കാർക്കൊക്കെ അത് ആകാവുന്നതാണ്. പക്ഷേ അത് പ്രത്യേകമായ സുന്നത്തായിട്ട് റസൂലുള്ളാഹി കൽപ്പിച്ചൊരു സുന്നത്താണ്. നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോകണമെന്ന് കൽപ്പിച്ചൊരു സുന്നത്താണ്. അത് കുടുംബത്തിനെയും ആ വ്യക്തിയെയും ഒക്കെ ആദരിക്കുകയും സ്നേഹപ്രകടനം നടത്തേണ്ട ഈ ഭാഗമാണത്. അപ്പൊ കുടുംബത്തിനൊരു ആശ്വാസം. എത്ര ആൾക്കാരുണ്ടായിരുന്നു, വാപ്പ മരിച്ചപ്പോ എത്ര ആൾക്കാരുണ്ടായിരുന്നു, എത്ര ആൾക്കാർ വന്നു, അത് ആ കുടുംബത്തിനൊരു ആശ്വാസം. അതുകൊണ്ടാണ് അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കാനുള്ള കാരണങ്ങൾ ആരെ കൂടെ പോകണം, മയ്യത്തിന്റെ കൂടെ പോകണം. അപ്പോൾ നമുക്ക് വല്ലാത്ത അർജന്റും തിരക്കൊന്നും ഇല്ലെങ്കിൽ ആ രൂപത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അന്ന് പോയി പോരുക എന്നതല്ല, ഇതൊക്കെ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നിട്ട് മയ്യത്തിന്റെ കൂടെ മറവ് ചെയ്യുന്നോർത്ത് പോകലും ആ മയ്യത്തിന് തസ്ബീത്ത് ചെല്ലലും ഒക്കെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. അപ്പൊ 7 കാര്യത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കാര്യം മയ്യിത്തിന്റെ പിന്നാലെ പോകലാണ്. മൂന്നാമത്തെ കാര്യം തശ്മീത്തുൽ ആതിസി, തുമ്മീട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വ്യക്തി, തുമ്മീട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇർഹമുക്കല്ലാ എന്ന് പറയാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. തുമ്മീട്ട് അൽഹംദുലില്ലാ ഉടനെ പറയണം. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ ഇർഹമുക്കല്ലാ പറയേണ്ടതില്ല. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ ഇങ്ങനെ പറയാലോ. ആ തുമ്മലുമായി ബന്ധിച്ച അൽഹംദുലില്ലാ ആണെങ്കിൽ തുമ്മിയിട്ട് ഉടനെ പറയണം. ഉടനെ പറയാന്ന് പറഞ്ഞാൽ ഒരു ശ്വാസമൊക്കെ വലിച്ച് അയക്കേണ്ട സമയമൊക്കെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അതുപോലെ തന്നെ ചിലപ്പോൾ കൊഞ്ഞുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും. അതൊക്കെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. കൊഞ്ഞുള്ള ആളാണെങ്കിൽ ആൾക്ക് കുറച്ച് താമസം ഉണ്ടാവും പറയാൻ. അതേപോലെ തന്നെ ഈ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളാണെങ്കിൽ ചിലപ്പം അൽഹംദുലില്ലാ പറയാൻ കുറച്ച് താമസിക്കും. അതൊക്കെ പരിഗണിച്ചിട്ട് ഉടനെ അൽഹംദുലില്ലാ പറഞ്ഞാലേ റഹമുക്കല്ല പറയുന്ന സുന്നത്തുള്ളൂ. ഉടനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ റഹമുക്കല്ല പറയുന്നതിന്റെ സുന്നത്തില്ല എന്ന് ഫുഖഹാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തുമ്മിയ ആളുകൾക്ക് അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇർഹമുക്കല്ല എന്ന് പറയുന്നതിന്റെ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആളുകൾ തുടരെ തുമ്മാണ്. ഒരു വട്ടം തുമ്മി അൽഹംദുലില്ലാ പറഞ്ഞു, അപ്പോഴും നമ്മൾ ഇർഹമുക്കല്ല. പിന്നെ ആൾ തുമ്മി, അപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞു, അപ്പോഴും നമ്മൾ ഇർഹമുക്കല്ല പറഞ്ഞു. പിന്നെ അയാൾ തുമ്മി, അയാളിങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അതിന് എത്ര പരിധി? അയാളിങ്ങനെ അൽഹംദുലില്ലാ പറയുന്നുണ്ട്, ഇർഹമുക്കല്ല പറയുന്ന പരിധി എത്രയാണ്? 3 വട്ടം. 3 വട്ടം കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആഫാക്കല്ല, അള്ളാഹിനെ ശിഫാക്കട്ടെ. കാരണം 3 വട്ടം കഴിഞ്ഞാൽ പിന്നെ രോഗമാണ്. അത് എന്തോ ഒരു തകരാറ്, അലർജിയോ അങ്ങനെ എന്തെങ്കിലും രോഗം വന്നിട്ടാണ് അങ്ങനെ വല്ലാതെ തുമ്മണത്. അപ്പൊ ഇതിനവിടെ പറയേണ്ടത് ആഫാക്കല്ല, അള്ളാഹ് എനിക്ക് ശിഫാക്കട്ടെ, അള്ളാഹ് എനിക്ക് ആഫിയത്ത് തരട്ടെ എന്നാണ്. 3 വട്ടം കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടത് അങ്ങനെയാണ്. ഇർഹമുക്കല്ല പറയേണ്ടത് ആഫാക്കല്ല, അള്ളാഹ് എനിക്ക് ആഫിയത്ത് തരട്ടെ എന്നാണ് പറയേണ്ടത്. അപ്പോ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓനെ കൊണ്ട് പറയിപ്പിക്കുന്ന സുന്നത്ത്. ഇത് അൽഹംദുലില്ലാ പറയും, കാരണം അത് സുന്നത്തുള്ള കാര്യം ചെയ്താൽ പറയാത്ത എന്ന് പറയിപ്പിക്കുന്ന സുന്നത്താണ്. അൽഹംദുലില്ലാ പറയും, എന്നിട്ട് ഓനെ അല്ലെങ്കിൽ റഹമുക്കല്ല പറയാം, അൽഹംദുലില്ലാ പറയും, ഇതെന്താ പറയാത്ത എന്ന് പറഞ്ഞിട്ട് ഓനോട് പറയും ചെയ്യുക. അത് കേട്ടിട്ട് പിന്നെ റഹമുക്കല്ല എന്ന് പറയും ചെയ്യുന്ന സുന്നത്താണ്. ഇതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത് സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, വനസിറുൽ ലഈഫി, ബലഹീനരായ സാധുക്കളായ പാവങ്ങളായ ആൾക്കാർ അവരെ സഹായിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. പാവങ്ങളായ ആൾക്കാരെ സഹായിക്കുവാനും ലഈഫായ ദുഅഫാ ആയ അശരണരായ ബലഹീനരായ ആൾക്കാർ, ഏതൊക്കെ നിലക്ക് ബലഹീനരാണോ, സാമ്പത്തികമായി ശാരീരികമായി ബലഹീനത അനുഭവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൽപ്പിച്ചിരിക്കുന്നു. ഒരാളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ ആളില്ല, അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക. കൂട്ടായ പരിപാടികളും സഹായങ്ങളും ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല, അങ്ങനെയാണ് പറഞ്ഞപ്പോൾ. കാരണം അവരൊക്കെ മൊബൈൽ മങ്ങൾ കൂടിയിട്ട് ഒരു കൂട്ടായ്മയോ മറ്റും ഉണ്ടാവണില്ല, കൂട്ടായ്മയോ വരെ വരുന്നില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് ഇത് വല്ലാതെ കൂടിയിരിക്കുന്നു എന്നാണ്. ഇവിടെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ പ്രസക്തി. വനസ്റുൽ ലഈഫി, ബലഹീനന്മാരായ ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. വഔനിൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ട ആളെ, അക്രമിയല്ല, ആക്രമിക്കപ്പെട്ടതായ ആളെ, ആ ആക്രമിക്കപ്പെട്ടതായ ആളെ സഹായിക്കുവാനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ആക്രമിക്കപ്പെട്ട ആളുകൾ, മദ്ലൂമീങ്ങളായ ആൾക്കാർ, ആ ആളുകളെ പീഡിതരായ ആൾക്കാർ, അവരെ സഹായിക്കാനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ്ഷാ ഇസ്സലാമി, കഴിഞ്ഞ പാഠത്തിൽ സലാമിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കിയിട്ടില്ല. ഞാൻ അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇഫ്ഷാ ഇസ്സലാമി, സലാം വ്യാപകമാക്കുക. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നമുക്ക് പരിചയമുള്ള ആൾക്കും പരിചയമില്ലാത്ത ആളുകൾക്കൊക്കെ സലാം ചെല്ലുക. അങ്ങനെ ഇഫ്ഷാ ഉസ്സലാം, സലാമിനെ പരത്തുക, അത് വ്യാപകമാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇബ്റാരിൽ ഖസമി, സത്യം ചെയ്താൽ അത് നടപ്പിലാക്കുക. എന്തെങ്കിലും വിഷയം സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകൂല, അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ അങ്ങോട്ട് പോകൂല, അപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുക. സത്യം ചെയ്താൽ ആ സത്യം നടപ്പിലാക്കുക, അതിന് വിരുദ്ധമായി ഒന്നും ചെയ്യരുത്. സത്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അള്ളാഹനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്താൽ അത് നടപ്പിലാക്കണം. അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ അവനോട് മുണ്ടൂല, അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ അവനോട് മുണ്ടൂല, ഞാനിട്ട് യാതൊരു ബന്ധമില്ല, ഞാനോട് മുണ്ടൂല. കൊള്ളി മുറിച്ചിട്ട്, അതിപ്പോ ഇല്ല, ഉണ്ട് പഴയ കാലത്തിരുന്ന ആ പരിപാടി. ഞാൻ കൊള്ളി മുറിച്ചിട്ട്, ഞാൻ അവളോട് ചോദിച്ചു, എന്തിനാണ് കൊള്ളി മുറിച്ചിരുന്നത്? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾ ദേഷ്യം വിളിച്ച് എന്നോട് മുണ്ടൂല, കൊള്ളി മുറിച്ചിട്ട്. പിന്നെ ഞാൻ ചിന്തിച്ചു, എന്തിനാ ഈ കൊള്ളി മുറിച്ചിട്ടുള്ളത്?
അങ്ങനെ കിതാബിലൊന്നും ഇല്ലല്ലോ. ഈ കൊള്ളി മുറിച്ചിട്ട് അപ്പൊ ഒരാൾ പറഞ്ഞ ആ കൊള്ളി മുറിച്ചിട്ട് അതിന്റെ അർത്ഥം തന്നെ അത് ഒരുമിച്ച് കൂട്ടാൻ കഴിയൂലല്ലോ, അത് സംയോജിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ഏതില്ല, ബന്ധമില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ഓനക്ക് തോന്നി അത് തെറ്റായിപ്പോയി, ആ ദേഷ്യത്തിന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ആ സത്യം ഒഴിവാക്കണമെന്ന്. അതിന് എങ്ങനെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനോട് എത്ര ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും മുസ്ലിമായ മനുഷ്യനോട് ഞാൻ അള്ളാനെ തന്നെയാണ് സത്യം, ഞാൻ എന്നോട് മുണ്ടല്ല, ഒരു കാലത്ത് മുണ്ടൂരാൻ സത്യം ചെയ്താൽ ആ സത്യത്തിൽ നിന്ന് പിൻവാങ്ങണം. ആ സത്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് അത് 3 ദിവസം നോമ്പ്, അതിനാകുമ്പോൾ പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. 3 ദിവസം നോമ്പൊൽക്കുക, അതിന്റെ പ്രായശ്ചിത്തം അങ്ങനെയാണ്. സത്യം ചെയ്താൽ ആ സത്യം നടപ്പിലാക്കാതെ വന്നാൽ, ആ സത്യത്തിന് വിരുദ്ധമായി ചെയ്താൽ അതിന്റെ ഫിദിയ കൊടുക്കണം. ഫിദിയ കൊടുക്കൽ 3 ദിവസം നോമ്പ് ഒൽക്കുക, അല്ലെങ്കിൽ 6 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ട് അതിന് ഫിദിയ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കുക, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് ഒൽക്കുക, 6 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് പ്രായശ്ചിത്തം കൊടുക്കണം. സത്യം ചെയ്താൽ അത് സത്യം ചെയ്താൽ അങ്ങനെ ഉണ്ട്, സത്യം ചെയ്താൽ അങ്ങനെ പിന്നെ വെറുതെ വിടാനൊന്നും പറ്റില്ല. അപ്പോ ഈ നിലക്ക് മതി. ഒരു മുദ്ദ് എന്ത് ചെയ്യണം, കൊടുക്കുക. ഒരു നേരം കൊടുക്കുക എന്നാല് ഒരു മുദ്ദ് കൊടുക്കുക എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. 6 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് എന്ത് ചെയ്യുക, കൊടുക്കുക. ഭക്ഷണം കൊടുക്കാൻ ഈ അരി കൊടുക്കലാണ്, ചോറുണ്ടാക്കി കൊടുക്കാന്നല്ല. ഏത് കൊടുക്കലാണ്? മുദ്ദ് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അരി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഏതല്ല, ഈ ചോറുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല. അപ്പോ പിന്നെ ഇങ്ങനെ സത്യത്തിൽ അതിന് പറയല്, കിതാബിൽ പറയല് സത്യത്തിൽ പിഴക്കുക എന്നാണ്. സത്യത്തിൽ പിഴക്കുക എന്ന് പറഞ്ഞാല് സത്യം നടപ്പിലാക്കാൻ കഴിയാതെ വരിക. സത്യം നടപ്പിലാക്കാൻ കഴിയാതെ വന്നാൽ ഇത്തരം സത്യങ്ങൾ നടപ്പിലാക്കാതിരിക്കൽ സുന്നത്താണ്. ഒരു മുസ്ലിമായ മനുഷ്യനോട് ഞാൻ പിന്നെ അള്ളാഹനെ തന്നെയാണ് സത്യം, എന്നോട് മുണ്ടൂല ഞാൻ എന്ന് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സത്യത്തിൽ നിന്ന് ഒഴിവാണ് വേണ്ടത്, ആ സത്യം നടപ്പിലാക്കല്ല വേണ്ടത്. നേരെ മറിച്ച് ഒരു വീട്, ആ വീട്ടിലേക്ക് ഞാൻ പോകില്ല, അല്ലെങ്കിൽ ഒരു പ്രദേശം, അള്ളാഹനെ തന്നെയാണ് സത്യം, ഞാൻ ആ പ്രദേശത്തേക്ക് പോകില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റിയെങ്കിൽ നടപ്പിലാക്കാം. ഈ മുണ്ടൂല എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാൻ പറ്റൂലല്ലോ, അത് തെറ്റായൊരു കാര്യമല്ലേ. പക്ഷെ മിണ്ടിക്കഴിഞ്ഞാൽ അവൻ ഏത് പ്രായശ്ചിത്തം കൊടുക്കണം എന്നാണ് അതിന്റെ മസല കേട്ടോ. അപ്പൊ ഇങ്ങനെ 7 കാര്യങ്ങളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാണ് ഇഫ്ശാഉ സലാം, എല്ലാവർക്കും സലാം ചൊല്ലുക. ഈ എല്ലാവർക്കും സലാം ചൊല്ലുക എന്ന് പറഞ്ഞതിൽ നിന്നിട്ട് അലാ മുസ്ലിമിൻ ഗൈരി നഹ്വി ഫാസിഖിൻ ഔ മുബ്തദിഇൻ, പരസ്യമായി തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾക്ക് സലാം ചൊല്ലരുത്, മുബ്തദിആയ ആളുകൾക്കും സലാം ചൊല്ലരുത്. ഇപ്പോ വഹാബി മൗലവിന്റെ ഒരു നേതാവ് ഈയിടെ പ്രസംഗിച്ചു, സുന്നികളൊക്കെ മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണെന്ന് തന്നെ അയാൾ പറഞ്ഞു. സുന്നികളൊക്കെ പച്ച കാഫിറുകളാണ്, സുന്നികളെ പള്ളികൾ അമ്പലങ്ങളാണ്. വിവാദം നടക്കുകയാണ് ഇപ്പൊ, അയാളങ്ങനെ പ്രസംഗിച്ച് വിവാദം നടക്കുകയാണ്. സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണ്, സുന്നികളുടെ തുടർന്ന് നിൽക്കുന്ന ഇമാം പൂജാരിയാണ്. അയാൾ പറയാം, സുന്നികളെ തുടർന്ന് നിൽക്കുന്ന ഇന്നെ പോലത്തെ ആൾക്കാരൊക്കെ ഏതാണ്, പൂജാരിയാണ്. നമ്മളിതൊക്കെ മുമ്പേ അത് പറയാറുണ്ട്. 1982 മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു 1982 കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലത്തിനായി 42 കൊല്ലായി. എനിക്ക് ഓർമ്മയുണ്ട്, മഹാനവറുകള് ക്യാൻസർ പിടിച്ചിട്ട്, ഇ.കെ. ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു ക്യാൻസർ പിടിച്ചു. അങ്ങനെ ക്യാൻസർ പിടിച്ചിട്ട് മഹാനവറുകള് വല്ലാതെ വിഷമിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന അവസരത്തിൽ അന്നത്തെ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ ഉമർ മൗലവി വെളിയങ്കോട്, അദ്ദേഹം ഹസൻ മുസ്ലിയാർക്ക് ഒരു കത്ത് എഴുതി. ആ കത്തിന്റെ കയ്യിലുണ്ട്, ഇ.കെ. ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം ഇല്ല, നിങ്ങൾ മുസ്ലിം ആകണം. ഹസൻ മുസ്ലിയാർ വല്ലാതെ വിഷമിച്ച് കിടക്കുന്ന അവസരത്തിൽ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഇയാൾ കത്തെഴുതിയതാണ്. അന്ന് കത്തിലൂടെയാണ് സന്ദേശം നൽകല്. അതിൽ എഴുതിക്കുന്നത് അസ്ലിം, നിങ്ങൾ മുസ്ലിം ആകണം. അപ്പൊ ഹസൻ മുസ്ലിയാർ മുസ്ലിം അല്ല, എന്നാൽ തസ്ലം നിങ്ങൾ രക്ഷപ്പെടും. വയില്ല, നിങ്ങളങ്ങനെ മുസ്ലിം ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ മേൽ നിങ്ങളുടെ അത്ബായിനെ, നിങ്ങളെ തുടർന്ന നിങ്ങളെ അനുയായികളുടെ കുറ്റങ്ങളൊക്കെ നിങ്ങളെ മേലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇയാൾ കത്തെഴുതി. ആ കത്ത് കിട്ടിയിട്ട് ചുറ്റുഭാഗത്തുള്ള
AP ഉസ്താദിനെ പോലത്തെ ആളുകളുടെ മുന്നിൽ വെച്ച് അസംബ്ലിയിൽ സങ്കടപ്പെട്ടു. എന്താ സങ്കടപ്പെട്ടു? എനിക്ക് മറുപടി പറയാൻ കഴിയണില്ലല്ലോ, എനിക്ക് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയായല്ലോ. അപ്പോ ഉസ്താദിനെ പോലത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞോളാം. എന്തൊരു സങ്കടകരമാണത്. ആ കത്ത് അന്ന് പ്രസിദ്ധമായപ്പോ ഒരുപാട് ആൾക്കാർ കരഞ്ഞുപോയി, കുറെ ഉമ്മാര് കരഞ്ഞുപോയി. കുറച്ചോൻ ഇങ്ങനെയുള്ളപ്പോൾ ഇവർ ചെയ്തത് ഇത്രയും രോഗമായി വിഷമിച്ച് കിടക്കുന്ന ആളോട് ഇവർ ചെയ്തത് ഇതാണല്ലോ എന്ന് വെച്ച് ഒരുപാട് ആൾക്കാർ അന്ന് വിഷമിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഹസ്സൻ മൗലവിയെ എടുത്തത്. 1982 അന്ന് EK ഹസ്സൻ മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സുന്നി യുവജന സംഘത്തിന്റെ SYSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. AP ഉസ്താദ് അന്ന് ജനറൽ സെക്രട്ടറിയാണ്. ആ കാലഘട്ടത്തിലാണ് ഇവർ ഇത് ചെയ്തത്. അന്ന് ചെയ്ത ആളാരാ? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ KNMന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ചെയ്തത്. അത് അതിന്റെ അപ്പുറമല്ലല്ലോ ഇപ്പൊ ഇയാള് ഈ മൗലവി ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ഒരു മൗലവിയാണ് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് സുന്നികൾ മുഴുവനും കാഫറാണ് പച്ചയിലാണ് പറഞ്ഞിരുന്നത്. സുന്നികൾ മുഴുവൻ അതുകൊണ്ട് അയാളെ അവസാനിപ്പിച്ചില്ല. പിന്നെ അയാൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, സുന്നികളെ പള്ളികൾ മുഴുവൻ അമ്പലങ്ങളാണ്, അതിൻ്റെ ഇതിൽ കേസ് കൊടുക്കേണ്ടതാണ്. അമ്പലങ്ങളാണ്, സുന്നികളെ ഇമാമുകളൊക്കെ പൂജാരികളാണ് അയാൾ പറഞ്ഞു. അയാൾ തബ്ലീഗുകാരനായിരുന്നു ആദ്യം. ഈ ചുഴലി അബ്ദുള്ള മൗലവി തബ്ലീഗുകാരനായിരുന്നു. ഞാൻ ഹജ്ജിന് പോയപ്പോൾ ഗവൺമെന്റിൽ ഹജ്ജിന് പോകുന്ന അവസരത്തിൽ അന്ന് മദ്രാസിൽ നിന്നാണ് ആദ്യം പോയത്. മദ്രാസിൽ നിന്നിട്ടാണ് അന്ന് ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പൊ മദ്രാസിൽ നിന്ന് പോയപ്പോൾ അവിടെ മദ്രാസിൽ പോയി ഒരു ദിവസം താമസിച്ചു. അങ്ങനെ അപ്പൊ അയാൾ വന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ ഞാനും കൂടി ചില വിഷയങ്ങളും മസാലകളൊക്കെ അന്ന് സംസാരിക്കണ്ടായി. അപ്പൊ അദ്ദേഹമാണ് പരസ്യമായിട്ട് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഫുഖാക്കൾ ഇതിന്റെ കയ്യിലുള്ള കിതാബ് ഫത്വൽ മുഈനാണ്. ഈ ഫത്വൽ മുഈൻ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ മുബ്തദിഈന് പുത്തനാശയക്കാരായ വഹാബി ജമാഅത്തെ ഇസ്ലാമി പോലത്തെ ആൾക്കാർക്ക് നിങ്ങൾ സലാം ചെല്ലരുത്. കിതാബ് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ആശയങ്ങൾ അവർ വെച്ചു പുലർത്തുന്നവരാണ്, ഇത് അവരുടെ മനസ്സിലുള്ളവരാണ്. അത് അവർ അതന്നെയാണ് നടപ്പിലാക്കുക. പുളിക്കൽ മദീനത്തുൽ ഉലൂമിന്റെ പ്രിൻസിപ്പളും ഞാനും കൂടി ബസ് കയറി. ഞാൻ അന്ന് ബസ്സിൽ വരുന്ന കാലാണ്. രാമനാട്ടുകരയിൽ നിന്നിട്ടാണ് വരുന്നത്. രാമനാട്ടുകരയിൽ നിന്ന് ഞാൻ കോളിലോട്ടുക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഇയാൾ പുളിക്കൽക്കും ടിക്കറ്റ് എടുത്തു. ബാക്ക് സീറ്റിലാണ് ഞങ്ങൾ രണ്ടാളും ഇരിക്കുന്നത്. ഇയാൾ മദീനത്തുൽ ഉലൂമിന്റെ പ്രിൻസിപ്പാളാണെന്ന് എനിക്കറിഞ്ഞൂടാ. അയാളൊരാള് ഞാനൊരാള്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പല വിഷയങ്ങളും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എവിടെയാണ്, മറ്റേതാണ് അങ്ങനെ പറഞ്ഞ്. അപ്പോ പിന്നെ ഞാൻ കാടേരിന്റെ അടുത്ത് ഓതിയതാണ്. കാടേരി അബ്ദുൽ കുമാർ മുസ്ലിയാർ, ഞാൻ അവിടുത്തെ ഓതിയതാണ് അയാൾ പറയാനോട്. അങ്ങനെ കാടേരി മുസ്ലിയാരുടെ അടുത്ത് വാപ്പി ഓതികള്. അങ്ങനെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പുളിക്കലാൽ ആദ്യത്തെ അയാൾ ഇറങ്ങി പോകുമ്പോൾ സലാം ചെല്ലില്ല. പുളിക്കൽ ഇറങ്ങിയിട്ടില്ല, ഞാനില്ല, കൊള്ളോട്ടില്ല ഞാൻ ഇറങ്ങണത്. സലാം ചെല്ലാൻ അത്രക്കും ഞങ്ങൾ സംസാരിച്ചു, പലതും സംസാരിച്ചു. ഞാൻ പുളിക്കൽ മദീനത്തുൽ ഉലൂമിലെ ആളെ പേരൊന്നും എനിക്കറിയില്ല. പുളിക്കൽ മദീനത്തുൽ ഉലൂമിലെ പ്രിൻസിപ്പാളാണ് ഞാനെന്നൊക്കെ അയാൾ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിട്ട് അയാൾ സലാം ചെല്ലാതെ അറിയിക്കും. അപ്പൊ ഞാൻ മുശ്രിക്കാന്ന് അയാളെ വിശ്വാസം, അയാൾക്ക് സലാം ചെല്ലിപ്പോ. അപ്പൊ ശരിയായ ഒരു വഹാബി സലാം ചെല്ലൂല. ശരിയായ ഒരു വഹാബിന്റെ വിശ്വാസം നമ്മൾ ഇതാണ്, നമ്മൾ ഇങ്ങനത്തെ കാഫിര്യങ്ങളും ഇമാമു പൂജാരിയാണെന്നാണ് അയാളുടെ വിശ്വാസം. അത് പറിച്ചേറ്റ് ആര് പറഞ്ഞേ ഉള്ളൂ? ഈ ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞേ ഉള്ളൂ. അത് 42 കൊല്ലം മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ട് അവരോടൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെറുപ്പുമാണ്. വെറുക്കേണ്ട ആൾക്കാരെ വെറുക്കണ്ടേ, സ്നേഹിക്കേണ്ട ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. എല്ലാത്തിനും സ്നേഹിക്കാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാവരും വേണമെന്ന് പറയുന്നത് അത് മൗഢ്യമാണ്. എനിക്ക് എല്ലാവരും വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂലത്. എങ്ങനെ എല്ലാവരും കൂടി ഉണ്ടാവുക? എല്ലാവരും കൂടി ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവുക? അത് നടക്കൂലത്. എനിക്കെല്ലാവരും വേണം എന്നാണ് ചില ആൾക്കാരുടെ മനസ്സിലുള്ളത്. അത് എങ്ങനെ നടക്കുന്നത്? ഒരാളെ വെറുപ്പിച്ചാലും ഒരാളെ സ്നേഹിച്ചാലും മറ്റാളെ വെറുക്കേണ്ടി വരും. അപ്പോ അതുകൊണ്ടാണ് കിതാബിലൊക്കെ പറഞ്ഞത്, നിങ്ങൾ അവർക്ക് സലാം ചെല്ലരുത്. അവർ സലാം ചെല്ലിയാൽ മടക്കൽ നിർബന്ധമില്ല, മടക്കാതിരിക്കലാണ് വേണ്ടത്. മടക്കാതിരിക്കുക വേണ്ട, സലാം ചെല്ലിയാൽ മടക്കൽ നിർബന്ധമില്ല എന്ന് ഫത്വൽ മുഈനിലും അതിന്റെ ഹാസ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്തിദാഉ സലാം തുടങ്ങല് സുന്നത്താണ്. അത് ആർക്കാണ് സലാം ചെല്ലേണ്ടത് എന്നതിൽ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിൽ നിന്നിട്ടും മുബ്തദി, ഫാസിഖ് പോലത്തെ ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് സലാം ചെല്ലൽ സുന്നത്തില്ല. അവർ തിരിച്ച് സലാം ചെല്ലിയാൽ മടക്കൽ നിർബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവർ വെറുക്കപ്പെടേണ്ടവരാണ്, സ്നേഹിക്കപ്പെടേണ്ടവരല്ല. സ്നേഹം ഉണ്ടാകാനുള്ള നിമിത്തമാണ് സലാം, സ്നേഹം ഉണ്ടാകാനുള്ളതാണ്. അവർ വെറുക്കപ്പെടേണ്ടവരാണ്, അവർ സ്നേഹിക്കപ്പെടേണ്ടവരല്ലെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കണ്ട ഉടനെ സലാം ചെല്ലണം. കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് സലാം ചെല്ലിയാൽ അസ്ഥാനത്താണ്. എന്താ കുഞ്ഞാപ്പോ അസ്സലാമു അലൈക്കും അത് പറയുന്നത്? അസ്സലാമു അലൈക്കും എന്നുള്ളത് എന്താ എന്ന് പറഞ്ഞു.
അപ്പൊ കണ്ട ഉടനെ സലാം ചെല്ലണം. അപ്പൊ ഒരാൾ കണ്ട ഉടനെ സലാം ചെല്ലാതെ ഒരാൾ സലാം ചെല്ലിയാലോ? അങ്ങനെ സലാം ചെല്ലിയാൽ അത് അയാൾ മറന്നിട്ട് സംസാരിച്ചതാണ്, അല്ലെങ്കിൽ അത് അയാൾ അറിയാതെ സംസാരിച്ചതാണെങ്കിൽ അയാൾക്ക് സലാം ചെല്ലൽ സുന്നത്താണ്. എന്തൊരു വർത്തമാനം പറഞ്ഞിട്ടാണ് പിന്നെ സലാം ചെല്ലിയത്. അപ്പൊ എന്തൊരു വർത്തമാനം പറഞ്ഞിട്ട് സലാം ചെല്ലുമ്പോൾ അത് അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ സലാം ചെല്ലല് അസ്ഥാനത്താണെന്നാണ് കിതാബിലൊക്കെ ഉള്ളത്. അത് അറിയാതെ പറഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരാൾ സലാം ചെല്ലിയിട്ടുണ്ടെങ്കിൽ ആ സലാം അടക്കം നിർബന്ധമില്ല. കാരണം അയാൾക്ക് സലാം ചെല്ലൽ സുന്നത്തില്ല. സലാം ചെല്ലൽ സുന്നത്തുള്ള ഘട്ടത്തില് സലാം ചെല്ലല് മടക്കൽ നിർബന്ധമുള്ളൂ. അതൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്ഥലത്തിലേക്ക് പലവട്ടം വരികയാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ കണ്ട് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ അസ്സലാമു അലൈക്കും ചെല്ലൽ സുന്നത്താണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ട് പുറത്തേക്ക് പോയി, പിന്നെ തിരിച്ചു വരുമ്പോൾ അപ്പോഴും സലാം ചെല്ലൽ സുന്നത്താണ്. നമ്മളെ പെരയില് ഒരു പ്രായമുള്ള ഒരു മൊയ്യർ ഒരുക്കം വന്നു, വടക്കുന്ന് വന്നതേ. ഞാനത് വളരെ ചെറുതാണ്, 10 വയസ്സും ആയിട്ടില്ല. അപ്പൊ ആ സന്ദർഭത്തിൽ ഇദ്ദേഹം പിന്നെ അന്നവിടെ ഒരു രാത്രിയും പകലും അവിടെ താമസിച്ചു. പാപ്പാൻ്റെ അടുത്ത് എൻ്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനാണ് തോന്നുന്നുണ്ട്. ഞാനവിടെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകും, പിന്നെയും വരും, പിന്നെയും പോകും. അപ്പോഴൊക്കെ പാപ്പാക്ക് സലാം ചെല്ലും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, അത് ചെറിയ കുട്ടിയത് എന്താ ഇങ്ങനെ ഒരു വട്ടം സലാം ചെല്ലിയാൽ പോലെ എപ്പോഴും ഇങ്ങനെ സലാം ചെല്ലുന്നത് എന്താ? അത് സുന്നത്താണ്. അങ്ങോട്ട് പോയി പിന്നെ വരുമ്പോൾ പിന്നെ സലാം ചെല്ലൽ സുന്നത്താണ്. പിന്നെ അങ്ങനെ നമുക്ക് മറവ് വന്നാൽ, നമ്മളിൽ നിന്ന് ആ മതിലിന്റെ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് പോയി നമ്മളുമായി മറഞ്ഞു പോയാൽ, വൈബത്തുണ്ടായാൽ, മറഞ്ഞു പോയിട്ട് പിന്നെ വീണ്ടും വരുമ്പോഴും വീണ്ടും സലാം ചെല്ലൽ സുന്നത്താണ്. സുന്നത്ത് ഒഴിവാക്കിയാൽ കറാഹത്താണ്. സുന്നത്തുള്ള സംഗതി ചെയ്യാതിരുന്നാൽ കറാഹത്ത് വരും. അങ്ങനെ സലാം ചെല്ലൽ സുന്നത്താണ്. അത് പെരയിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്, അത് മക്കളോടായിരുന്നാലും ശരി, ഭാര്യയോടായിരുന്നാലും ശരി, ആർക്കൊക്കെ സലാം ചെല്ലൽ സുന്നത്തുണ്ടോ അവർക്കൊക്കെ തന്നെ ഈ രൂപത്തിൽ സലാം ചെല്ലൽ സുന്നത്താണ്. ഒരു മറവ് സംഭവിച്ചാൽ അതാണ് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെയും സലാം ചെല്ലൽ സുന്നത്തുണ്ട്. നമ്മൾ എന്തിനാ മടിക്കണത്? ജലജലാലുവായ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യങ്ങളാകുമ്പോൾ പിന്നെ നമ്മൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഇത് മടി കാണിക്കേണ്ട ഒന്നല്ലല്ലോ. അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അങ്ങനെയാണ് സ്നേഹം വർദ്ധിപ്പിക്കുക. നമ്മുടെ വീടുകളിൽ മക്കൾക്ക്, ജ്യേഷ്ഠനക്ക്, അനുജനക്ക്, പിന്നെ പെൺകുട്ടികൾക്കൊക്കെ ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്നിട്ട് കൈ കൊടുക്കണം. അസ്സലാമു അലൈക്കും എന്നിട്ട് കൈ കൊടുക്കും. കുട്ടികൾക്ക് കൈ കൊടുക്കണം. പെങ്ങളെടുത്ത് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്നിട്ട് കൈ കൊടുക്കണം. ഇതുവരെ കൊടുക്കാത്ത ആൾക്കാർക്ക് ഇനി കൊടുക്കാൻ ചിലപ്പോൾ മടിയുണ്ടാവും. 2 ദിവസം ചെയ്താൽ ആ മടിയോട് പോയിക്കോളും. 2 ദിവസം ചെയ്താൽ ഏതായാലും പോകാൻ മടിയോട് പോകും. അത് സ്നേഹം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അങ്ങനെ സ്നേഹം ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ് എന്ന് മുത്തുനബി പറഞ്ഞതാണ്. പിന്നെ എന്തിനാ നമ്മൾ മടിക്കണത്? അത് നമുക്ക് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കൊന്നും വേണ്ടല്ലോ. അങ്ങനെ കൈ കൊടുക്കല് അതൊക്കെ സുന്നത്തായ മുസാഫഹത്ത് ചെയ്യൽ, അത് സുന്നത്തായ. ഉമ്മാക്ക് കൈ കൊടുക്കൽ സുന്നത്താണ്. ഉമ്മാന്റെ കൈ പിടിച്ച് മുട്ടൽ സുന്നത്താണ്. ഉമ്മാന്റെ നെറ്റി മുട്ടൽ സുന്നത്താണ്. സ്വാലിഹീങ്ങളായ, ഇനി വിശദമായിട്ട് പറയാറുണ്ട്, സ്വാലിഹീങ്ങളായ ആൾക്കാർ വെറും ആലിമീങ്ങളും സയ്യിദന്മാരും മാത്രമല്ല, ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും കൈ പിടിച്ച് മുട്ടൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ച് മുത്തി. ഉമർ പിന്നെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മുത്തി. അതൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ കൈ പിടിച്ച് മുത്തുക എന്നുള്ളത് സ്വാലിഹീങ്ങളുടെയും സയ്യിദന്മാരുടെയും നല്ല മനുഷ്യന്മാർ, അത് മൊയ്ലാനായിക്കോളെന്ന് തങ്ങളായിക്കോളെന്ന് നല്ല മനുഷ്യന്മാരാണ്, നല്ലവരായിട്ട് അറിയപ്പെടുന്നവരാണെങ്കിൽ അവരുടെയൊക്കെ കൈ പിടിച്ച് മുത്തൽ ഏതുണ്ട്? സുന്നത്തുണ്ട്. അപ്പൊ ഉമ്മാന്റെ കൈ പിടിച്ച് മുത്തുക, ഉമ്മ പോലത്തെ ആൾക്കാരെ ചുംബിക്കൽ സുന്നത്തുണ്ട്. അവിടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുക, തലയിൽ ചുംബിക്കുക, ഇതിലൊക്കെ സുന്നത്തുള്ളതായ കാര്യങ്ങളാണ്. അപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചിട്ടുണ്ട്. അല്ലാത്ത ആളുകളെ, താടി മീശില്ലാത്ത കുട്ടികളെ ചുംബിക്കൽ ഹറാമാണ്. താടി മീശില്ലാത്തതായിരിക്കുന്ന കുട്ടികളെ ചുംബിക്കാൻ പാടില്ല. അവർക്ക് കൈ കൊടുക്കരുത്. അത് വികാരത്തോടു കൂടിയാണെങ്കിൽ ഭയങ്കര തെറ്റാണ് എന്ന് കിതാബിലൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അമ്രത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ പിന്നെ കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. തഴവന്റെ ഒരു പാട്ട് കാണാം, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. കണ്ടാൽ മിണ്ടേണ്ടത് ഏതുകൊണ്ടാണ്? സലാം കൊണ്ടാണ്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളത്. അദ്ദേഹത്തിന്റെ പാട്ട് നല്ല രസമാണ്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണ്, സ്ഥാനമില്ല അതിന് എന്നാണ് തുഹ്ഫ എന്ന് പറയുന്ന കിതാബിലുള്ളത്. വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ പേര്. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്. പിന്നെ അദ്ദേഹം പറയുന്നത് മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളത്. അപ്പോ മിണ്ടുന്നതിന്റെ മുമ്പ് സലാം പറയണം, പിന്നെ അതിലേക്ക് സ്ഥാനമില്ല.
സലാം പറഞ്ഞ ഉടനെ മടക്കണം. സലാം പറഞ്ഞ ഉടനെ മടക്കണം. മടക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, മൂത്രപ്പുരയിലാണെങ്കിൽ ഉടനെ മടക്കാൻ കഴിയില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മടക്കൽ സുന്നത്തൊന്നുമില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സലാം ചൊല്ലിയാൽ അയാൾക്ക് മടക്കാം, മടക്കാതിരിക്കാം. അപ്പോൾ മടക്കും ചെയ്യാം, മടക്കാതിരിക്കും ചെയ്യാം. മടക്കിയാൽ അയാൾക്ക് സുന്നത്തിന്റെ കൂലി കിട്ടും ചെയ്യും, മടക്കിയാൽ സുന്നത്തിന്റെ കൂലി കിട്ടും ചെയ്യും. അപ്പോ സലാം മടക്കൽ നിർബന്ധമായ ആൾക്കാർ ഉടനെ മടക്കിക്കോണം. ഉടനെ മടക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നഷ്ടപ്പെട്ടു പോയി, പിന്നെ ഖളാ കിട്ടാൻ പറ്റൂല. അപ്പൊ ഖളാ എങ്ങനെ അവിടെ സലാം പറഞ്ഞാല് ആ സലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയല്ല, മൊത്തം ആൾക്കാരാണ്. അപ്പൊ ഒരു കൂട്ടം ആൾക്കാർക്ക് സലാം പറഞ്ഞാൽ ഒരാൾ മടക്കിയാൽ എല്ലാവരും തൊട്ടിട്ടും ആ മടക്കുക എന്നുള്ള ബാധ്യത ഒഴിവായിപ്പോയി. എല്ലാരും കൂടി അല്ല, നിസ്കാരത്തിന് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ സലാം മടക്കരുത്. അവിടെപ്പം മടക്കൽ കടമ, ഒരാൾ മടക്കല് ഫർളിഫൈ ആണ്. ഒരാൾ മടക്കലേ കടമുള്ളൂ. ഒരാൾ മടക്കിയാൽ മടക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തോട്ട് എല്ലാവരും ഒഴിവായി പോയി. നിസ്കരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തരുത്. അത് എന്തുകൊണ്ടായിരുന്നാലും ശരി. പള്ളിന്റെ യഥാർത്ഥ ലക്ഷ്യം നിസ്കാരമാണ്, ശരിയായ ലക്ഷ്യം നിസ്കാരം. ആ നിസ്കാരത്തിനൊക്കെ തടസ്സമാകുന്ന രൂപത്തിൽ ഒന്നും ചെയ്തുകൂടാ. ഇപ്പൊ നമ്മളെ ഹദ്ദാദ് ഊതാണെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഉറക്കെ ചെല്ലരുത്. പക്ഷെ ആ നിസ്കരിക്കുന്ന ആൾക്കാർക്ക് അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു അവിടെ പോയി നിസ്കരിക്കണം. ഈ ഹദ്ദാദ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത്, ഒരവിടെ പോയിട്ട് നിസ്കരിക്കണം. അങ്ങനെ പറഞ്ഞാൽ ഇനി ഒരാളിപ്പോ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ശബ്ദം താഴ്ത്തണം. പള്ളിന്റെ ലക്ഷ്യം പിന്നെ യഥാർത്ഥ ലക്ഷ്യം നിസ്കാരമാണ്. ബാക്കിയുള്ളതൊക്കെ അതിനോട് തുടർന്നുകൊണ്ടുള്ളതാണ്. ആ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ ആ സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഈ അദ്ദാദ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. നിസ്കരിക്കേണ്ട ആള് ചെയ്യേണ്ടത് അപ്പുറം മാറി നിസ്കരിക്കുകയാണ് വേണ്ടത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ഹദ്ദാദ് തുടങ്ങിയതിന്റെ പള്ളിയിൽ നിന്നാണ്, മദീനത്തെ പള്ളിയിൽ നിന്നാണ് തുടങ്ങിയത്. ഹദ്ദാദ് ഉണ്ടാക്കിയിട്ട് നേരെ മദീനത്തെ പള്ളിയിൽ പോയിട്ട് ഹദ്ദാദ് ചെല്ലിയിട്ട് ആണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നത്. ഇല്ല, മദീനത്ത് അങ്ങനെ എന്തെല്ലാം പോയി, ഒരുപാട് കാര്യങ്ങൾ പോയി. അത് ഹദ്ദാദ് എന്ന് പറയുന്നത് അത് ഹദീസിൽ വന്ന, സഹീഹായ ഹദീസിൽ വന്ന കുറെ ദിക്റുകളുടെ സമാഹാരം. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു 12,000 ശിഷ്യന്മാരുള്ള വലിയ ശൈഖാണ്. 600 ആയിട്ടുണ്ടാവില്ല, ഏകദേശം അത്രയ്ക്ക് തന്നെ ആയിട്ടുള്ളൂ. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഹിജറ ഒരു 1000-ന്റെ ഒക്കെ ശേഷമാണ്. അപ്പൊ 600 ആയിട്ടില്ല. കറക്റ്റായിട്ട് നീ നോക്കിയാൽ പറയാൻ സാധിക്കും. ഒരു 1000-ന്റെ ഒക്കെ ശേഷമാണ് ആരുള്ളത്, ബത്രി ആയിട്ടില്ല. അത് ചില സന്ദർഭങ്ങളിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഷീഈ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ സംഘടനക്കാരായ യസീദ് വിഭാഗം, ഷീഈ വിഭാഗം എന്ന് പറയുന്നത് ഇത്ര മോശപ്പെട്ട ഒരു സാധനം വേറെയില്ല. ഷീഈ വിഭാഗം അവര് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയും, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ചീത്ത പറയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചീത്ത പറയും. ഏറ്റവും കൂടുതൽ ചീത്ത പറയാ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഓല് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകില്ലല്ലോ, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരവിടെ ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവും. ജന്നത്തുൽ ബഖീന്റെ ഭാഗത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ ഉണ്ടാവും. ഇങ്ങോട്ട് വരൂല്ലോ. എന്താ കാരണം? അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. അതുകൊണ്ടാണ് ഓല അങ്ങോട്ട് വരാത്തത്. അത്രക്ക് വെറുപ്പാണ്. അതിൽ ഭയങ്കര സ്ട്രോങ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് നമുക്ക് അടുക്കാൻ കഴിയില്ല. നമ്മള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങേയറ്റം സ്നേഹിച്ചവരാണ് അവർ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു. അവരെ വെറുക്കെന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പൊ അവരോട് വെറുപ്പ് കാണിക്കുന്ന ഷീഈ വിഭാഗം, ഷീഈത്തിന്റെ പിന്നെ യഥാർത്ഥ സ്വഭാവം തന്നെ അതാണ്, അവരോട് വെറുപ്പ് കാണിക്കുക എന്നുള്ളത്. അപ്പോ എന്ത് ഞാൻ പറഞ്ഞ ഷിയാക്കളെ പറ്റി എന്തിനാ പറഞ്ഞ്
അപ്പൊ അവരുടെ രാഷ്ട്രീയ സംഘടന അവർ പല പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്, ധാരാളം പ്രശ്നങ്ങൾ മുമ്പേ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയ സംഘടനയായിരിക്കുന്ന സെയ്ദിയാക്കൾ, ആ സെയ്ദിയാക്കള് സുന്നികളായ ആളുകളെ വല്ലാതെ പീഡിപ്പിച്ച ഒരു ഘട്ടത്തിൽ അവിടെയുള്ള അന്ന് യമനിലുള്ള ഹദർമൗത്തിലുള്ള പണ്ഡിതന്മാർ എല്ലാവരും കൂടി വന്നിട്ട് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ദിക്ർ ഉണ്ടാക്കണം, അതിൻ്റെ ഒരു സമാഹാരം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ പുതിയതുണ്ടാക്കിയതല്ല, അത് ഒക്കെ ഹദീസിലുള്ളതാണ്. ആ ഹദീസിലുള്ളത് ക്രോഡീകരിച്ചു എന്നേ ഉള്ളൂ. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചു എന്നുള്ളൂ. എല്ലാം സഹീഹായ ഹദീസ് കൊണ്ട് വന്ന ദിക്റുകളാണ് അതിലുള്ളത്. അപ്പൊ നിങ്ങൾ അത് ഉണ്ടാക്കണം. കാരണം ഈ മുസ്ലിമീങ്ങളെ ഈമാനൊക്കെ തെറ്റിപ്പോവാണ്. ഈ ഈമാനികമായിട്ടും പരീക്ഷണം നേടുന്നുണ്ട്, ശാരീരികമായിട്ടും പരീക്ഷണം നേടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടാക്കിയതാണ്. ഇത് ഹദീസുകളിൽ നിന്നുള്ള ക്രോഡീകരണം, വേറെ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല. അപ്പൊ നമ്മളുടെ ദിക്റൊക്കെ ചെല്ലുന്നത് പുതിയതൊന്നല്ലല്ലോ, അതാണ് ഞങ്ങൾ ക്രോഡീകരിച്ചു എന്നല്ലുള്ളൂ. എന്നിട്ട് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതിന്റെ പുറംചട്ടയിൽ എഴുതി, ഇത് സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് ഈമാൻ സലാമത്താവും. അതിന് പുറംചട്ടയിൽ എഴുതി, ഇത് ഞാൻ ആ രൂപത്തിൽ ഉണ്ടാക്കിയതാണ്, അവർക്ക് ഈമാൻ സലാമത്തായിട്ട് മരിക്കാൻ അവർക്ക് സാധിക്കും എന്ന് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പുറത്തേറ്റം എഴുതി വെച്ചിട്ടുണ്ട്. അത്രക്കും അത്യുന്നതമാണ്. ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദ് ആരെങ്കിലും കുടിയിരിക്കൽ പറയാൻ വേണ്ടി പോയാൽ കാര്യമായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പെണ്ണുങ്ങളോട് വീട്ടിൽ ഹദ്ദാദ് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടോ, വരെ കുടിയിരുന്ന അന്ന് മുതൽക്ക് തന്നെ ഏത് വേണം, ഹദ്ദാദ് ചെല്ലണം, രാവിലെ ഖുർആൻ ഓതണം. വീട്ടിലിരുന്ന് രാവിലെ ഖുർആൻ ഓതാൻ പറയണം പെണ്ണുങ്ങളോട്. നമ്മൾ പുരുഷന്മാര് പള്ളിക്കലല്ലേ ഉണ്ടാവുക, പെണ്ണുങ്ങളോട് ഖുർആൻ ഓതാൻ പറയണം, ഹദ്ദാദ് സ്ഥിരമായി ചെല്ലാൻ വേണ്ടി പറയണം എന്നാണ് ഉസ്താദ് പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും അവിടെ നടപ്പിലാക്കുമ്പോൾ വീട്ടിൽ വലിയ സംരക്ഷണം കിട്ടും, വലിയ സലാമത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് പഴയ കാലം മുതൽക്ക് തന്നെ നമ്മൾ പള്ളികളിലൊക്കെ നടപ്പാക്കാനുള്ള കാരണം ഇതാണ്. ഏത് കിട്ടാൻ വേണ്ടി ഒരു സംരക്ഷണം കിട്ടാൻ, സ്വന്തം നിലക്കും സംരക്ഷണം കിട്ടും, കുടുംബത്തിനും സംരക്ഷണം കിട്ടും, അതേപോലെ തന്നെ വീടിനും സംരക്ഷണം കിട്ടും. റബ്ബ് സുബ്ഹാനഹു വ തആലാന്റെ ദിക്റുകളൊക്കെ അത്രക്കും ഫലവത്താണ്. അപ്പൊ ചുരുക്കത്തിൽ ഈ ഹദ്ദാദ് എന്നുള്ളത് അബ്ദുല്ലാഹി ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെയ്ത പണി ഏതേ ഉള്ളൂ, സമാഹാരം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഹദീസിൽ വന്ന ദിക്റുകളാണ്. ആ ദിക്റുകളെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് കൂട്ടിയെന്നേ ഉള്ളൂ. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു എത്ര ദിക്റുകളാണ് രാവിലെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നത്. രാവിലെ ചെല്ലാനുള്ള ദിക്റുകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്കത് പറയാം. സലാമിന്റെ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. സലാം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ തന്നെ സലാം അടക്കണം. ഉടനെ മടക്കിയിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാവും. ഒരു നിർബന്ധം ഒഴിവാക്കിയത് പിന്നെ ഖളാ കൂട്ടാൻ പറ്റൂല. കുറച്ച് കഴിഞ്ഞിട്ട് വഅലൈക്കും മുസ്സലാം എന്ന് പറഞ്ഞിട്ട് ഖളാ കൂട്ടാൻ പറ്റൂല. അത് മടക്കാൻ പറ്റിയ അവസരങ്ങളിൽ ഉടനെ തന്നെ മടക്കിക്കൊള്ളണം. അത് ഫിഖിന്റെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ മടക്കിക്കൊള്ളണം. ഉടനെ മടക്കിയിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയി. ഏതുപോലെ അത് നമ്മളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള അസ്സലാമു അലൈക്കും അല്ലല്ലോ, അത് എല്ലാവർക്കും ഉള്ള അസ്സലാമു അലൈക്കും അല്ലേ. അതുകൊണ്ട് അതൊരു നമ്മളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല. അതിന്റെ ഉദ്ദേശം സലാമും അല്ല, അതെന്തോ ഒന്ന് കൊടുക്കാന്നേ ഉള്ളൂ. അതിന് മടക്കിക്കൊള്ളുന്നില്ല. നമുക്കൊരു കത്ത് തരുമ്പോൾ ആ കത്തിലുള്ള സലാമിന് നമ്മൾ ഒന്നിരിക്കൽ എഴുതി മടക്കണം, അല്ലെങ്കിൽ പറഞ്ഞിട്ട് മടക്കണം. അതൊന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, ഒന്നിരിക്കൽ എഴുതി മടക്കണം, അല്ലെങ്കിൽ ഉടനെ ആ കത്ത് കിട്ടിയ ഉടനെ വഅലൈക്കും മുസ്സലാം എന്ന് ഇങ്ങനെ പറയണം. മറ്റേനെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ ഈ കത്ത് എഴുതിയ ഇതിന്റെ ഉടമസ്ഥൻ തന്നെ സലാമുള്ള അറിയില്ല. അതാ പ്രസേരം ചെയ്ത പണിയാണ്. അങ്ങനെ ഉണ്ടായി. എനിക്കൊരു കത്ത് കിട്ടി, കല്യാണ കത്ത് കിട്ടി, അതിൽ അസ്സലാമു അലൈക്കും എന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് നമ്പറിൽ എൻ്റെ ഒരു പരിചയമുള്ള ഒരാൾ തന്നെയാണ്, പ്രായമുള്ള ആളെ മരിച്ചു. അപ്പൊ അയാൾക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കത്തിൽ സലാമുണ്ട്, അത് ഒഴിവാക്കണം. അപ്പൊ അയാൾ ആണയിട്ട് പറയാണ് അതിൽ സലാമില്ല. അതിൽ സലാമില്ല. അപ്പൊ ഞാൻ നിങ്ങളെ നിർത്തി വയ്ക്കുന്നതാണ്. അപ്പൊ അയാളത്തെ കത്തില്ല. അയാൾ എവിടുന്നൊക്കെയോ സംഘടിപ്പിച്ച് നോക്കാം. ആ ഉസ്താദ് ശരിയാണെന്ന് ഞാൻ പറഞ്ഞതല്ല, ആ പ്രസേരം കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞതല്ല. അപ്പൊ അധികം സലാമും ആര് പറഞ്ഞതാവൂല. പിന്നെ നമ്മൾ ആർക്കായി സലാം മടക്കണം? ആർക്കായി സലാം പ്രസേരത്തിൽ സലാം മടക്കി. ആ പ്രസേരം മുസ്ലിമാണെന്നറിയും. ആർക്കായി സലാം മടക്കണം? അപ്പൊ അത്തരം ക്ഷണക്കത്തുകളിലുള്ള സലാമും മയ്യിത്ത് നിസ്കാരത്തിലുള്ള കത്തിലുള്ള സലാം, മയ്യിത്ത് നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും ആർക്കായി സലാം?
ഒക്കെ നമ്മൾക്ക് കുറേശ്ശെ ഇല്ലാതാക്കണം. എന്തിനീ കാട്ടണത്? എന്തിനാണത്? അതിന്റെ ആവശ്യം എന്താണുള്ളത്? ആരാ സലാം മടക്കാൻ പോകണം? വൈദ്യുസ്കാരത്തിന്റെ സലാം ആരാ മടക്കാം? വൈദ്യുസ്കാരത്തിൽ വിസ്മയ ചെയ്യുന്നുണ്ട്. എന്താ അതിനൊക്കെ അത് അപകടങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഏതായിരുന്നാലും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഉടനെ ഇത് ചെയ്തോളണം, സലാം മടക്കിക്കൊള്ളണം. അതേപോലെ തന്നെ അൽഹംദുലില്ലാ എന്ന് തുമ്മിയ ഉടനെ അൽഹംദുലില്ലാ പറഞ്ഞാലേ ഇർഹമുക്കല്ലാഹ് പറയേണ്ടതുള്ളൂ. ഉടനെ തന്നെ ആകണം. ഇല്ല കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് പറയൽ സുന്നത്തില്ല എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വക്കൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഭക്ഷണം ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ചായയും കടിയും നമ്മുടെ അച്ചോമ്പൻ ഉമറാക്ക ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാവിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗപൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലരും രോഗികളാണ്, പല വിധേനയുള്ള രോഗങ്ങൾ കൊണ്ട് പലരും കഷ്ടപ്പെടുകയാണ്. ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെയും നമ്മെയും എല്ലാവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു കരകയറ്റി ആശ്വാസവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه. السلام عليكم ورحمة الله.